വെറും 4.5 മിനിറ്റുള്ള ഈ 24 പതിനായിരങ്ങളെ കൊന്നുകുഴിച്ചു മൂടുന്ന ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുന്നവരെയും ഗസയിൽ അരങ്ങേറുന്ന വംശഹത്യക്കെതിരെ മനുഷ്യത്വത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഇന്ന് ഈ നിമിഷം വരെയും ഒരു തരത്തിലും പ്രതിഷേധിക്കാത്ത സെലിബ്രിറ്റീസിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടുകളും അവരുടെ ബിസിനസ് അക്കൗണ്ടുകളും ബ്ലോക്ക് ചെയ്ത് അൺഫോളോ ചെയ്ത് നമ്മളാൽ കഴിയുന്ന വിധം ഉറക്കം നടിക്കുന്ന ഈ പ്രമുഖരെ ഉണർത്തുക എന്നതാണ് ലക്ഷ്യം. ഞാൻ ക്യാപ്ഷനിൽ കുറച്ച് അക്കൗണ്ടുകൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ അക്കൗണ്ടുകളിലെ ഫോളോവിംഗ് ലിസ്റ്റിലേക്ക് പോയിട്ട് ബ്ലോക്ക് ചെയ്ത് നിങ്ങൾ സഹകരിക്കണം. നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവരെ അൺഫോളോയും ചെയ്യാം. ആ ലിസ്റ്റിൽ ഇല്ലാത്ത അർഹരായ ഇന്റർനാഷണൽ സെലിബ്രിറ്റീസ് ഓർ കേരള വ്ലോഗേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ അവരെ കമന്റിൽ മെൻഷൻ ചെയ്താൽ അവരെയും ആ ഫോളോയിങ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും. അൺഫോളോ ആൻഡ് ബ്ലോക്ക് ചെയ്യേണ്ടവരുടെ ലിസ്റ്റ് മറ്റുള്ളവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനുമാവും. വെറും അൺഫോളോ ചെയ്യുന്നതിലൂടെ കാര്യമില്ല. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരുടെ കണ്ടന്റുകൾ ജനങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നത് വഴി അതിനൊരു തടയിടുകയാണ്. നിങ്ങൾ ഈ സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ പോലും അവരെ ബ്ലോക്ക് ചെയ്യണം. കാരണം ഇതിനോടകം തന്നെ 10 മില്യൺ അഥവാ 1 കോടി മനുഷ്യരാണ് സെലിബ്രിറ്റികളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. അതിനിടെ ഒരാൾ നിങ്ങളുമാവട്ടെ. ഈ പോരാട്ടത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പ്രമുഖർക്ക് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വാർത്ത പങ്കുവെക്കുന്നതോടൊപ്പം സെലിബ്രിറ്റികളിൽ ചിലർ ഗസയെ കുറിച്ചുള്ള പോസ്റ്റും ഇപ്പോൾ ഷെയർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഗസക്ക് വേണ്ടി തൊടുത്തുവിടുന്ന ഒരു വാക്കുപോലും പാഴാവുന്നില്ല എന്നതിന്റെ തെളിവാണിതെല്ലാം. സമൂഹത്തിന് ഒരു ഉപകാരവും ഇല്ലാത്തതിനെയൊക്കെ കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ എത്തിക്കാൻ നിങ്ങളെടുക്കുന്ന ആവേശത്തിന്റെ 1% മാത്രം മതിയില്ലേ ചരിത്രത്തിന്റെ ന്യായത്തിന്റെ പക്ഷത്താണ് നിങ്ങളെന്ന് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ? ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്ക് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മൾ കൊണ്ടു നടക്കുന്നവരാണ് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ഇവരിലൂടെയാണ് ആഡുകളും മറ്റും ഓഡിയൻസ് ആയി നമ്മളിലേക്ക് എത്തുന്നത്. എന്തിനേറെ ഈ ആപ്പുകളുടെ നിലനിൽപ്പ് പോലും ഈ പറയുന്ന ക്രിയേറ്റേഴ്സ് ആണ്. മില്യനോളം ഫോളോവേഴ്സ് ഉള്ള ഒരു സെലിബ്രിറ്റി അവരുടെ ഓരോ പോസ്റ്റും മറ്റും നമ്മളിലേക്ക് എത്തുന്നതോടെ അവരുടെ ആഡ് റവന്യൂ കൂടുകയും അതിലൂടെ അവർക്ക് കോടികളുടെ ലാഭവും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരെ ബ്ലോക്ക് ചെയ്ത് പ്രതിഷേധം കാഴ്ചവെക്കുന്നതിലൂടെ സാമ്പത്തികമായി ഇവർക്ക് വൻ നഷ്ടം വരും. 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്നവർക്ക് പോലും വിരൽ തുമ്പിലൂടെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുന്നത് നിസ്സാരമായ കാര്യമല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. സയനിസ്റ്റിനെതിരെയുള്ള നമ്മുടെ ഈ പോരാട്ടത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാം പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം നിറവേറുന്നത് വരെ ദയവ് ചെയ്ത് ആരും തന്നെ പെട്ടെന്ന് ഇൻസ്റ്റ അപ്ഡേറ്റ് ചെയ്യരുത്. ബ്ലോക്ക് എന്ന ഇംഗ്ലീഷ് പദം പോലും സെൻസറിങ്ങിന് വിധേയമാകുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ പ്രതിഷേധത്തിന്റെ മറ്റൊരു മുഖമാണ് ബോയ്ക്കോട്ടിംഗ്. വംശഹത്യ നടത്തുന്ന ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക എന്നത്. ആപ്പ് സ്റ്റോറിലെയും ഗൂഗിൾ പ്ലേ സ്റ്റോറിലെയും നോ താങ്ക്സ് എന്ന ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് മാത്രം പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുക. ഏത് നാട്ടിലായാലും ചീന്തുന്ന ചോരയ്ക്ക് ഒരേ നിറമാണെന്ന ബോധമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഗസയിലെ മില്യണോളം വരുന്ന മനുഷ്യർക്ക് വാനോളം ഉയർന്നു നിൽക്കുന്ന സമ്പന്നരേക്കാൾ മൂല്യമുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഈ ഒരു നിസ്സാരമായ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമാവുക. നിലവിൽ മറ്റെന്തിനേക്കാളും ഫലസ്തീനികളുടെ ജീവനും വിലയർഹിക്കുന്നുണ്ടെന്ന് തെളിയിക്കുക. രക്തം ചീന്തുന്ന ഫലസ്തീന്റെ മക്കളോട് സ്നേഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ വെക്കുക. മറ്റു എല്ലാ സോഷ്യൽ മീഡിയ വാളുകളുടെയും നിങ്ങൾ ഷെയർ ചെയ്യുക. വേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്ത് ഈ വീഡിയോ ഏത് അക്കൗണ്ടുകളിലും റീപോസ്റ്റ് ചെയ്യാം. എല്ലാവർക്കും ഫ്രീ കോപ്പറേറ്റ് തരുന്നുണ്ട്. കീപ് ഷെയറിംഗ് ആൻഡ് ബ്ലോക്കിംഗ് ഫോർ ഗസ, ഫ്രീ പലസ്തീൻ. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.